പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒരുക്കത്തോടെ സന്നിധിക്കാമല്ലോ. കർത്താവിന്റെ വിലപ്പെട്ട നാമം ഇന്ന് രാത്രികാലം ഇന്ന് പകൽക്കാലം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്രത്തോളം പേർക്ക് കടന്നിരുവാൻ സർവ്വശക്തനായ ദൈവം സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്നവരെ എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ചില നാളുകൾക്ക് ശേഷം പ്രിയ റോണി പേർക്കും കടന്നു വരുവാൻ ഇടയായി. സ്തോത്രം. നമ്മുടെ സഭയിലെ എല്ലാവരെയും ദൈവം പരിപാലിക്കുന്ന സൂക്ഷിക്കുന്ന വിധത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഒരു വ്യക്തിക്ക് പോലും ഒരു പ്രയാസം ഉണ്ടാകാതെ രക്തക്കൂട്ടിൽ ദൈവം മുട്ടിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. തുറന്നും എല്ലാവരെയും ഓർത്ത് നാം പ്രാർത്ഥിക്കുവാൻ ഇടയാകണം. പരസ്പരം പ്രാർത്ഥിച്ച് സ്തോത്രം അല്ലിയ ദൈവിക വിടുതലും ദൈവിക അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കൂട്ടായ്മയുടെ അർത്ഥം അതാണ്. സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്നത് ആ കൂട്ടായ്മയെ കുറിച്ച് സ്തോത്രം പരസ്പരങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സ്തോത്രം ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായ അനുഭവം. അവിടെയാണ് ദൈവിക വിടുതൽ, ദൈവിക സാന്നിധ്യം അവിടെയാണ് ഇറങ്ങുന്നത്. അവിടെയാണ് അത്ഭുതങ്ങളുടെ മലയാളങ്ങളും നിരീപ്രവർത്തികളും നടക്കുന്നത്. ദൈവ സാന്നിധ്യം ഇറങ്ങുന്നിടത്താണ് ദൈവിക വിടുതൽ അനുഭവിക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഐക്യതയോട് നമുക്ക് ഈ ദിവസങ്ങളിൽ മുന്നേറുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. അല്ലിയ യൂണിറ്റി ഇസ് സ്ട്രെങ്ത് എന്നാണ് സ്തോത്രം പറയുന്നത്. സ്തോത്രം. സ്തോത്രം. അല്ലിയ ഒരുമനപ്പെട്ടുള്ള അവസ്ഥ ഭയങ്കര ശക്തിയാകിയ സ്തോത്രം. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വായിച്ചതായ സങ്കീർത്തനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സ്തോത്രം. 16-ാം സങ്കീർത്തനമാണല്ലോ നമ്മൾ വായിച്ചത്. ഇതിന്റെ തലക്കെട്ടിൽ ദാവീദിന്റെ ഒരു സ്വർണ്ണഗീതമെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനമാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചിന്തയ്ക്കായിട്ട് നമുക്ക് നൽകുവാൻ വേണ്ടിയായത് അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഇതിന്റെ എല്ലാ കാര്യങ്ങളും വിശദമായി പറയുവാൻ കഴിയത്തില്ല, സമയമില്ല. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് പകൽക്കാലം ദിവസം ഇരിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സ്തോത്രം. അതിന്റെ 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു. ദാവീദ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇതോട് പറഞ്ഞത് സ്തോത്രം. ദാവീദ് യഹോവയായ ദൈവത്തോട് പറഞ്ഞു, നീ എന്റെ കർത്താവാകുന്നു. നീയാണ് എന്റെ കർത്താവ്. യു ആർ മൈ ലോർഡ്. സ്തോത്രം. എന്താ അതിന്റെ കാരണം? നിന്നെ മാറ്റി നിർത്തിയിട്ട് നീ അല്ലാതെ എന്റെ ജീവിതത്തിൽ ഒരു നന്മയും എനിക്കില്ല എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിലെ സകല നന്മകളും സകല ഉയർച്ചകളും സകല അനുഗ്രഹങ്ങളും സകല സൗഭാഗ്യങ്ങളും സകലതും നീ തന്നെയാണ്. സ്തോത്രം. സ്തോത്രം. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ദാവീദ് ഇങ്ങനെ പറഞ്ഞത്. സ്തോത്രം. നീ എന്റെ കർത്താവാകുന്നു. സ്തോത്രം. ദൈവം സകലതും നൽകി. ദൈവമാണ് സകലത്തിന്റെ ഉടയവെന്ന് സകലത്തിന്റെയും ദാതാവെന്ന് മനസ്സിലാക്കുന്ന വ്യക്തികൾ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തെ കർത്താവായി സ്വീകരിക്കുവാൻ. സ്തോത്രം. എന്താ കർത്താവ് എന്ന് പറഞ്ഞാൽ? സ്തോത്രം. കർത്തൃത്വം നടത്തുന്നവൻ. സ്തോത്രം. കർത്തൃത്വം നടത്തുന്നവൻ, അല്ലെ നമ്മുടെ മേൽ നിയന്ത്രണം നടത്തുന്നവൻ. സ്തോത്രം. നമ്മുടെ ഹിതം പോലല്ല, കർത്താവിന്റെ ഹിതം പോലെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവമാണ് കർത്തൃത്വം. ലോഡ്ഷിപ്പ്. എന്തുവാ ലോഡ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ? സ്തോത്രം. പൂർണ്ണമായി സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കുന്നത്, ഒരടിമയെ പോലെ. സ്തോത്രം. ഈ അടിമയ്ക്ക് യാതൊരു വിധമായ സ്വന്തമായ ഒരു ആഗ്രഹവും താല്പര്യവുമില്ല. അവന് സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. കാരണമെന്ന് ചോദിച്ചാൽ അവന്റെ സകല ആവശ്യങ്ങളും യജമാനനാ കൊടുക്കുന്നത്. ഹല്ലേലൂയ. അവന് ആവശ്യമുള്ളതെല്ലാം അതാത് സമയത്ത് യജമാനൻ കൊടുക്കുന്നത് കൊണ്ട് അവന് മറ്റുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം. അവൻ എപ്പോഴും യജമാനനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. യജമാനനാണ് അവന്റെ കർത്താവ്. ഇവിടെ സകല നന്മകൾക്കും സകല ദാനങ്ങൾക്കും സകല സൗഭാഗ്യങ്ങൾക്കും സകല ഉയർച്ചയ്ക്കും
ദൈവമാണ് കാരണഭൂതനെന്ന് മനസ്സിലാക്കിയ ദാവീദ് ദൈവത്തോട് പറയും, കർത്താവേ, ഇനി എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറണം. യു ആർ മൈ ലോർഡ്. സ്തോത്രം. നീയാണ് എന്റെ കർത്താവ്. കാരണം നീ ഒഴികെ നിന്നെ മാറ്റി നിർത്തിയിട്ട് എന്റെ ജീവിതത്തിൽ ഒരു നന്മയുമില്ല. മാതാപിതാക്കൾ, സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാരെല്ലാം തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് നീയാണ് എന്നെ ഉയർത്തിയത്. ഇത്രത്തോളം എന്നെ കൊണ്ടത് അങ്ങ് തന്നെയാണ് കർത്താവേ. സ്തോത്രം. മാത്രമല്ല, ഹല്ലേലൂയ, രാജ്യത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക് അങ്ങാണ് എന്നെ എത്തിച്ചത്. എനിക്ക് സ്വപ്നം പോലും കാണുവാൻ കഴിയാത്ത ഒരു മേഖലയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് അങ്ങ് തന്നെ. ഇത് മനസ്സിലാക്കിയ ദാവീദ് പറയുന്നു, നീ എന്റെ കർത്താവ്. സ്തോത്രം. കർത്താവെന്ന് വായ കൊണ്ടല്ല ഏറ്റു പറയുന്നത്, അവരുടെ ജീവിതം കൊണ്ട് ഏറ്റു പറയും. സ്തോത്രം. വാ കൊണ്ട് ഏറ്റു പറയാൻ എല്ലാവർക്കും കഴിയും. സ്തോത്രം. എന്നാൽ നമ്മുടെ ജീവിതം കൊണ്ട് കാണിക്കണം, കർത്താവ് ദൈവം അല്ലിയ. സ്തോത്രം. നമ്മുടെ കർത്താവ് എന്ന ജീവിതം കൊണ്ട് വ്യക്തമായി കാണിക്കുന്നത്. സ്തോത്രം. അതിന്മേലാ ദൈവം പ്രസാദിക്കുന്നത്. സ്തോത്രം. നമുക്കൊരു ഭാഗം എടുക്കാം. സ്തോത്രം. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം തൊട്ട് വായിച്ചാൽ അവിടെ യേശുക്രിസ്തു സ്തോത്രം ഒരു കാര്യം ഇങ്ങനെ പറയുക, നിങ്ങൾ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗ്ഗരാജ്യം. സ്തോത്രം. കർത്താവേ കർത്താവേ, ദൈവമേ ദൈവമേ എന്ന് ഒത്തിരി പേര് പറയണം. സ്തോത്രം. ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ കഴിയാത്ത അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ എത്ര ദുഷ്ടനായ മനുഷ്യനായാലും പറഞ്ഞു പോകും, ദൈവമേ എന്നെ രക്ഷിക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത വ്യക്തികൾ പോലും പറയാറുണ്ട്, കർത്താവേ കർത്താവേ. കർത്താവിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല അവർ പറയുന്നത്. അതിന് വേദോത്സവം പറയുന്ന ഒരു പേരുണ്ട്, ജൽപ്പനമാണ്. സ്തോത്രം. പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്ന അപേക്ഷകൾ ദൈവം കേൾക്കാതെ പോകുന്നതിന്റെ കാരണം ഹൃദയത്തിന്റെ അകത്തുനിന്ന് ആത്മാർത്ഥതയോട് അതിന്റെ അർത്ഥം മനസ്സിലാക്കി പറയാത്തത് കൊണ്ടാണ്. സ്തോത്രം. ഇവിടെ സ്തോത്രം യേശുക്രിസ്തു പറഞ്ഞു, എന്നെ നിങ്ങൾ കർത്താവെന്നോ ഗുരുവെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. പറയുന്ന ഏവരുമല്ല, പറച്ചിലല്ല. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായി വ്യക്തമായി തെളിയിക്കുന്നവരെയാണ് സ്വർഗ്ഗരാജ്യത്തിൽ കാണുന്നത്. ദൈവ പൈതലേ, ഒരു ദൈവ പൈതൽ അവന്റെ ജഡത്തിലുള്ള ആഗ്രഹമാണോ, ജഡത്തിലുള്ള ഇച്ഛയാണോ അവൻ ചെയ്യുന്നത്, അതോ ദൈവത്തിന്റെ ഹിതമാണോ അവന്റെ ജീവിതത്തിൽ? സ്തോത്രം. ഇന്ന് പൽക്കാലം വ്യക്തമായി ഒന്ന് ചിന്തിച്ചു നോക്കാം. സ്തോത്രം. നമ്മുടെ ആഗ്രഹത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്, അതോ ദൈവത്തിന്റെ ഹിതത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്? നമ്മൾ പലപ്പോഴും പാടാറുണ്ട്, നിന്റെ ഹിതം പോലെ എന്റെ ജീവിതത്തിൽ നടക്കട്ടെ. എന്റെ ഹിതമല്ല. എന്നാൽ ആത്മാർത്ഥതയായിട്ട് ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ പാട്ട് ആത്മാർത്ഥതയോടുള്ള പാട്ടാണോ? നമ്മുടെ പറച്ചിൽ ആത്മാർത്ഥതയോടുള്ള പറച്ചിലാണോ? കർത്താവേ കർത്താവേ എന്ന് വിളിക്കുവാൻ നമുക്ക് യോഗ്യതയുണ്ടോ? ആത്മാർത്ഥതയോടാണ് കർത്താവേ എന്ന് വിളിക്കുവാൻ ഇടയാകുന്നത്. അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങള് സ്തോത്രം ഹല്ലേലൂയ, വാക്കുകൊണ്ടും നാവ് കൊണ്ടുമല്ല ദൈവത്തെ സ്നേഹിക്കേണ്ടത്, സത്യത്തിലും പ്രവൃത്തിയിലുമാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. പ്രവൃത്തിയിൽ കൂടാ. സ്തോത്രം. ഹല്ലേലൂയ.
പ്രവൃത്തിയാ പ്രാധാന്യം. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, 1000 പ്രസംഗത്തെക്കാൾ ഒരു 5 മിനിറ്റുള്ള ജീവിതമാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ രൂപാന്തരം ഉളവാക്കുന്നത്. 1000 മണിക്കൂറുള്ള പ്രസംഗത്തെക്കാൾ 5 മിനിറ്റുള്ള നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ്, ജീവിതമാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ രൂപാന്തരം ഉളവാക്കുവാൻ കഴിയും. ഇവിടെ പറയുന്നു, സ്തോത്രം, എന്നെ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല. സ്തോത്രം അവിടെ കൊടുത്തിരിക്കുന്ന ആരായാലും, ഏത് നിലയിലുള്ളവനായാലും, എത്ര പാരമ്പര്യമുള്ളവനായാലും, എത്ര മതത്തിന്റെയും പ്രസ്ഥാനത്തിന്റെയും ഉന്നത നിലവാരം പുലർത്തുന്നവനായാലും, ഹല്ലേലൂയ, അവിടെ വ്യക്തമായി പറയും, എന്നെ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ. എന്താ അതിന്റെ പിതാവിന്റെ ഇഷ്ടം? സ്തോത്രം. അബ്രഹാമിനെ യഹോവയായ ദൈവം വിളിച്ച് വേർതിരിച്ചു. സ്തോത്രം. അവനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, നീ ഒരു അനുഗ്രഹമായി തീരും. സ്തോത്രം. മരുഭൂമി യാത്രയിൽ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഓരോ മേഖലകളിലും അബ്രഹാം ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തിന്റെ വ്യക്തമായ ആലോചന പ്രകാരമാണ് കടന്നുപോയി. സ്തോത്രം. കൂടെ കടന്നു വന്ന സ്തോത്രം ലോത്ത്, സ്തോത്രം, ഇടയ്ക്ക് വെച്ച് നീരോട്ടമുള്ള പ്രദേശം കണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ പദ്ധതി അവൻ, ഹല്ലേലൂയ, സ്തോത്രം, തകർച്ചു കളഞ്ഞ് അവൻ, ഹല്ലേലൂയ, സോദോമിലേക്ക് കടന്നുപോയി. സ്തോത്രം. അതിന്റെ തിക്തമായ അനുഭവം അവന് ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനിടയായി. ശാപഗ്രസ്തനായി തീർന്നു. എന്നാൽ അബ്രഹാമോ തന്റെ ഓരോ പ്രതികൂല സാഹചര്യത്തിലും ദൈവത്തിന്റെ ഹിതം അവന്റെ ജീവിതത്തിൽ ചെയ്തത്. നോക്കിയേ, സ്തോത്രം, ദൈവം അവനെ വീണ്ടും പരീക്ഷിച്ചു. ഒത്തിരി പരീക്ഷകൾ. സ്തോത്രം. ഹല്ലേലൂയ. അവസാനം പറഞ്ഞു, സ്തോത്രം, നിന്റെ ഏകജാതനായ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ എനിക്ക് വേണ്ടി നീ യാഗമർപ്പിക്കും. ഹല്ലേലൂയ. നോക്കിയേ, സ്തോത്രം. ആ ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി കൊടുക്കുന്ന പ്രാധാന്യം, ദൈവഹിതത്തിന് വേണ്ടി കൊടുക്കുന്ന താല്പര്യം, കർത്താവേ എന്ന് പറയുന്നതിന്റെ ആത്മാർത്ഥത, ഇവിടെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അബ്രഹാമിന്റെ ജഡത്തിൽ മാനുഷികമായി അവൻ ഒത്തിരി ആഗ്രഹമുണ്ട്, സ്തോത്രം, ഒത്തിരി സ്നേഹമുണ്ട് മകനെ. എന്നാൽ ഈ സ്നേഹമെല്ലാം മാറ്റിവെച്ച്, അബ്രഹാമിന്റെ പ്രതീക്ഷകളും സ്തോത്രം, അവന്റെ പദ്ധതികളെല്ലാം മാറ്റിവെച്ച് മകനെ കുറിച്ചുള്ള ഒത്തിരി പ്രതീക്ഷയുണ്ടായി. എന്നാൽ ഇതെല്ലാം മാറ്റിവെച്ചിട്ട് ദൈവഹിതത്തിനായി അവനെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെയുള്ള വ്യക്തിക്ക് മാത്രമേ കർത്താവേ എന്ന് വിളിക്കുവാൻ അർഹതയുള്ളൂ. സ്തോത്രം. ഇന്ന് നമുക്ക് ചുറ്റുപാടും നോക്കിയാൽ, സമൂഹങ്ങളിൽ നോക്കിയാൽ, എല്ലാവരും അഭിമാനിക്കാറുണ്ട്. പലരും പാരമ്പര്യം പറയാറുണ്ട്. ഞങ്ങളും കർത്താവേ എന്ന് വിളിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. എന്താ ആത്മാർത്ഥതയോടെ വിളിക്കുന്നു. സ്തോത്രം. ഇവിടെ പറയുന്നു, എന്നെ കർത്താവേ എന്ന് വിളിക്കുന്ന സ്തോത്രം. അപ്പോൾ ചിലർ വന്ന് പറഞ്ഞു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തില്ലയോ? സ്തോത്രം. നിന്റെ നാമത്തിലാ പലതും ചെയ്തത്. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതലുണ്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തികളുണ്ട്, വീര്യപ്രവൃത്തികളുണ്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അന്ധകാര ശക്തികൾ വിട്ടുപോകും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, രോഗികൾ സൗഖ്യമാകും. അത് യേശുവിന്റെ നാമത്തിലാണ്. സ്തോത്രം. യേശുവിന്റെ നാമമായിട്ട് അത് ബന്ധം. സ്തോത്രം. യേശു ക്രിസ്തു ഇവിടെ ചോദിക്കുന്നു, നീയുമായിട്ട് എന്താ ബന്ധം?
സ്വതം നിനക്കെന്താ ബന്ധം? നിനക്ക് യേശുവായിട്ട് വല്ല ബന്ധമുണ്ടോ? യേശുവിന്റെ നാമത്തിൽ അത് നടക്കും. കാരണം യേശുവിന്റെ നാമം സകല നാമത്തിലും മേലായ നാമമാണ്. സ്തോത്രം. ലോകത്തിൽ ഒത്തിരി നാമങ്ങളുണ്ട്. ഓരോ രോഗത്തിനും ഓരോ നാമമുണ്ട്, അല്ലേ? ഓരോ പേരുകളുണ്ട്. ഓരോ പ്രശ്നത്തിനും ഓരോ പേരുകളുണ്ട്. ഓരോ ആവശ്യത്തിനും ഓരോ പേരുണ്ട്. ഓരോ ശക്തികൾക്ക് ഓരോ പേരുണ്ട്. എന്നാൽ യേശുവിന്റെ നാമം എന്ന് പറഞ്ഞ സകലത്തിനും മേലായ നാമമാണ്. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ സകല ശക്തികളുടെയും മുഴങ്കാൽ മടങ്ങുവാനിടയാണ്. അതുകൊണ്ടാ മുഴങ്കാൽ മടങ്ങിയത്. സ്തോത്രം. ഇന്ന് രാത്രികാലം വ്യക്തമായി മനസ്സിലായി, യേശുവിന്റെ നാമത്തിലാ നീ ചെയ്തത് ശരിയാ. പക്ഷെ യേശുവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടില്ല. അറിയേണ്ട വിധം നിന്നെ അറിഞ്ഞിട്ടില്ല. നീയുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. നീ പലതും പറയുന്നുണ്ട്, നീ കർത്താവെന്ന് വിളിക്കുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഞാനും നീയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ നിന്നെ അറിയുന്നില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവർ എന്നെ വിട്ടു പോകുന്ന ഞാൻ അവിടെ തീർത്ത് പറയും. ഡെഫിനറ്റ് ആയിട്ട് പറയും. അതിന് ഒരു മാറ്റവുമില്ല. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവവേദനെ, കർത്താവെന്ന ദൈവത്തെ വിളിക്കണമെങ്കിൽ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചതിന് ശേഷമേ വിളിക്കുവാൻ നമുക്ക് അർഹതയുള്ളൂ. ഹല്ലേലൂയ. മറ്റതെല്ലാം ജൽപ്പനമായിട്ടാണ്. സ്തോത്രം. അവിടെ പറഞ്ഞു, എന്റെ വചനം കേട്ട് ചെയ്യുന്നവരൊക്കെയും, സ്തോത്രം, വചനം കേട്ട് ചെയ്യുന്നവരാ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ എന്ന് വിളിക്കുവാൻ അർഹതയുള്ളവൻ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേൾക്ക മാത്രമല്ല, അത് അതുപോലെ ചെയ്യുമ്പോഴാണ് ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിൽ വരുന്നത്. കർത്താവേ, എന്റെ ഹിതം ഒത്തിരിയുണ്ട്, എന്റെ ആഗ്രഹങ്ങൾ ഒത്തിരിയുണ്ട്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹിതമാണ് നല്ല, നമ്മുടെ ആഗ്രഹമാണ് ദൈവസന്നിധിയിൽ അടിച്ചേൽപ്പിക്കുന്ന അനുഭവമാണ്. പലപ്പോഴും ദൈവം മുഷിഞ്ഞ് ചിലപ്പോൾ തന്നെന്നിരിക്കാം. അത് പൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കാനല്ല. സ്തോത്രം. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ എപ്പോഴാ ചോദിക്കാറുണ്ട്, കർത്താവേ അങ്ങയുടെ ഹിതം എന്താ? സ്തോത്രം. അങ്ങയുടെ ഹിതം എന്താണ് ചോദിക്കാറുണ്ടോ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ? നമ്മുടെ ഹിതത്തിന്റെ, നമ്മുടെ ആഗ്രഹത്തിന്റെ ലിസ്റ്റ് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കത്രയല്ലേ നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത്. എന്നെ കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതി എന്താ? എന്നെ തിരഞ്ഞെടുത്തതിന് അങ്ങയുടെ ഉദ്ദേശം എന്താ? കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ളൊരു സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, പ്രസംഗം, അല്പചിന്ത, സ്തോത്രം, യൂട്യൂബിലുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്തോത്രം. ഞാൻ ഗ്രേസ് ഫെലോഷിപ്പിന്റെ ലിങ്ക് അയച്ചിട്ടുണ്ട്, കാണുന്നവർക്ക് കാണാം. ഫേസ്ബുക്കിൽ കൂടെ കിട്ടും. എന്തിനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്? ഇങ്ങനെ സാധാരണ ഒരു ജീവിതം നയിക്കാനാണോ? പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കണ്ടുകൊണ്ട് നിരാശയോടെ ഇരിക്കുവാനാണോ? തളർന്നിരിക്കുവാനാണോ? എങ്ങനെയാ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചത്? നമ്മെ വിളിച്ച് വേർതിരിക്കുക മാത്രമല്ല, വീണ്ടെടുത്തത്. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊടുത്ത് വീണ്ടെടുത്തതിന് ദൈവത്തിന് നമ്മെ കുറിച്ച് വ്യക്തമായ ചില പദ്ധതികളുണ്ട്. വലിയ പ്ലാന്, ചില്ലറ പ്ലാനല്ല ദൈവവൈദ്യരെ. സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിൽ ആദ്യം മുതൽ അവസാനം വരെ നാം നോക്കിയാൽ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയെ കൊണ്ട് ദൈവത്തിന് വലിയ പദ്ധതിയായിരുന്നു. അവരൊക്കെ സമർപ്പിച്ചപ്പോൾ ആ പദ്ധതി അവരുടെ ജീവിതത്തിൽ നിറവേറുവാനിടയായി. ആരൊക്കെ സമർപ്പിച്ചേൽപ്പിച്ചു കൊടുത്തോ അവരുടെ മേലൊക്കെയും ദൈവത്തിന്റെ കരത്തിന്റെ പ്രവൃത്തി അവർക്ക് അനുഭവിച്ചറിയുവാനിടയായി. ഹല്ലേലൂയ. മോശയെ തെരഞ്ഞെടുത്തു. മോശയോട് പറഞ്ഞു, തിരഞ്ഞെടുത്തപ്പോ മോശ പറഞ്ഞു, ദൈവമേ, ഞാൻ കഴിവില്ലാത്തവനാ, ഞാൻ നിക്കനാ, തടിച്ച നാവുള്ളവനാ, എനിക്ക് കഴിവില്ല. സ്തോത്രം.
യഹോവയായ ദൈവം അവനോട് വ്യക്തമായി നോക്കിക്കൊണ്ട് പറയുന്നു, സ്തോത്രം, അല്ലെങ്കിൽ നിന്റെ കഴിവുകേടുകളും നിന്റെ ബലഹീനതകളും വ്യക്തമായി അറിഞ്ഞിട്ടാണ് നിന്നെ ഞാൻ വിളിച്ചു വേർതിരിച്ചത്. ഇന്ന് പകൽക്കാലം ദൈവസഭയിലായിരിക്കുന്ന ദൈവഭക്തരെ, നിന്റെ അറിവില്ലായ്മയും നിന്റെ ബലഹീനതയും നിന്റെ പ്രയാസങ്ങളും നിന്റെ ബുദ്ധിമുട്ടുകളും നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയും എല്ലാം അറിഞ്ഞിട്ടാണ് നിന്നെ ദൈവം വിളിച്ചു വേർതിരിച്ചെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുവാൻ ഏറ്റെടുക്കുവാൻ തയ്യാറാണ്? മോശം പറഞ്ഞ് എനിക്ക് വരുന്നത് എന്റെ സഹോദരനുണ്ട്, അവന് കൊടുത്തോ. ദൈവവൈദ്യരെ അനേക സഹോദരന്മാരെ വൻപന്മാരെ മാറ്റി നിർത്തിയിട്ട്, പ്രാഗൽഭ്യമുള്ളവരെ മാറ്റി നിർത്തിയിട്ട്, വിദ്യാഭ്യാസ സെക്ടറുകളെ മാറ്റി നിർത്തിയിട്ട് എന്നെ നിന്നെ ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ ദൈവത്തിന് എന്നെ നിന്നെ കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. മോശയുടെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്നു, എനിക്കൊന്നുമില്ലല്ലോ, എനിക്ക് ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് ചെന്ന് ആ സ്തോത്രമാലിയ കൊട്ടാരത്തിൽ ചെന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിച്ചെടുക്കത്തക്കവണ്ണം ആയുധങ്ങളൊന്നും എന്റെ കയ്യിലില്ല, എനിക്ക് മുൻ പരിചയങ്ങളില്ല. ഒത്തിരി കാര്യങ്ങൾ മോശം പറയുന്നുണ്ട്. വാചാലതയില്ല, അറിവില്ല, പരിജ്ഞാനമില്ല. സ്തോത്രം. യഹോവേ ദൈവം അവനോട് പറഞ്ഞു, നിന്റെ കയ്യിൽ എന്താ ഇരിക്കുന്നത്? ഒരൊറ്റ വടി മാത്രം, ഒരു ചെറിയ വടി മാത്രം. അത് താഴെയിട്. ഇപ്പോൾ ഈ ചിലത് കാണാൻ പോവുക. സ്തോത്രമല്ലിയ താഴെയിട്ടപ്പോൾ അത് പാമ്പായി തീർന്നു. ലോകത്തെ കുറിക്കുന്നു. നിന്റെ കയ്യിൽ ലോകത്തിന്റെ ചെറുതയോ ഉള്ളെങ്കിലും സ്തോത്രം, ഹല്ലേലൂയ, അതിനെ ദൈവത്തിന്റെ വടിയാക്കി തീർക്കുവാൻ, ഒരു അത്ഭുത വിഷയമാക്കി തീർക്കുവാൻ ദൈവം ശക്തനായ ദൈവമെന്ന് ഇന്ന് രാത്രിക്കാലം എത്ര പേര് വിശ്വസിക്കുന്നത്? കഴിവില്ല, എന്റെ കയ്യിലൊന്നുമില്ല, എനിക്ക് പരിചയമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിരാശപ്പെട്ടിരിക്കുവാനല്ല, ഉള്ളതിനെ ഏൽപ്പിച്ചു കൊടുക്ക. ആ വടി കൊണ്ടാണ് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഫറവോന്റെ കൊട്ടാരത്തിൽ മോശ അത്ഭുതങ്ങൾ ചെയ്തത്. ആ വടി കൊണ്ടാണ് ചെങ്കടൽ രണ്ടായി പിളർത്തിയത്. ആ വടി കൊണ്ടാണ് മരുഭൂമിയിൽ ദാഹിച്ചു നടന്ന ജലത്തിന് വെള്ളം കൊടുത്തത്. വിശ്വസിക്കാൻ കഴിയും. പലപ്പോഴും നമ്മൾ ദിവസം പറയണ, കർത്താവേ എനിക്കൊന്നുമില്ല, എനിക്ക് കഴിവില്ല, പ്രാപ്തിയില്ല. നിന്റെ സകലതും അറിഞ്ഞിട്ടാ ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചു. മോശയോട് പറഞ്ഞു, മോശേ, നീ ഹല്ലേലൂയ, സ്തോത്രം, ലോകത്തിലേക്ക് പിറന്നതിന് ശേഷമാണ് നീ നിന്നെ തന്നെ കാണുവാനും മാത്രമല്ല നിന്റെ മാതാപിതാക്കൾ നിന്നെ കണ്ടത്. എന്നാൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ, സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടതാ. നിന്റെ ബലഹീനത എല്ലാം എനിക്കറിയാം. നിന്റെ ഇല്ലായ്മകളും നിന്റെ ബലഹീനതകളും നിന്റെ കുറവുകളും നിന്റെ അവസ്ഥ എനിക്കറിയാമെന്നിട്ടാണ് നിന്നെ വിളിച്ചത്. നിന്നെ വിളിച്ചത് ഒരു അത്ഭുത വിഷയമാക്കി മാറ്റി നിർത്തുവാനാണ്. ജ്ഞാനികളെ രക്ഷിപ്പിക്കുവാനാണ്, ശക്തന്മാരെ രക്ഷിപ്പിക്കുവാനാണ്, ബലമുള്ളവരെ രക്ഷിപ്പിക്കുവാനാണ് ദൈവം ബലഹീനമായി തെരഞ്ഞെടുത്തത്. ഇന്ന് പകൽക്കാലം എത്തുന്നത് വിശ്വസിച്ചെടുക്കുവാൻ നമ്മെ നന്നായി അറിയുന്ന ദൈവത്തിന്റെ സൈഡിലാണ് നമ്മായിരിക്കുന്നത്. നമ്മുടെ സകലതും അറിഞ്ഞിട്ടവൻ വിളിച്ചു വേർതിരിച്ചു. അറിയാഞ്ഞിട്ടൊന്നുമല്ല. നമ്മുടെ ഭാഗ്യ സ്തോത്രം, നമ്മുടെ ഭൂതകാലവും നമ്മുടെ വർത്തമാനകാലവും നമ്മുടെ ഭാവികാലം എനിക്കറിയുന്ന ദൈവം. പത്രോസിനെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞു, നീ യോഹന്നാന്റെ മകനാകുന്ന ശീമോനാകുന്നു. സ്തോത്രം, നീ യോഹന്നാന്റെ മകനാകുന്ന, സ്തോത്രം, വ്യക്തമായിട്ട് ദൈവത്തിന് സകലതും അറിയാം. അവന്റെ മുൻപിൽ വലിയ സകലവും നഗ്നവും മലർന്നുമായി കിടക്കുന്നു. എന്താ ശീമോൻ? ഞാങ്ങണയാ, നീ ഭീരുവ. സ്തോത്രം, അങ്ങോട്ടും ഇങ്ങോട്ടും ഹല്ലേലൂയ, സ്തോത്രം,
അങ്ങോട്ടും ഇങ്ങോട്ടും വഴങ്ങി പോകുന്നവരാണ്. അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു കാറ്റടിക്കുമ്പോൾ ആ കാറ്റിന്റെ ദിശയിലേക്ക് പോകും, അപ്പുറത്തുനിന്ന് ഒരു കാറ്റടിക്കുമ്പോൾ ഇപ്പുറത്തെ ദിശയിലേക്ക് പോകും. വ്യക്തമായ ഒരു തീരുമാനം എടുക്കാൻ കഴിയത്തില്ല. എന്നാൽ ഞാൻ നിന്നെ മാറ്റാൻ പോകുക, ഞാൻ നിന്നെ മാറ്റാൻ പോകുക, നിന്റെ അവസ്ഥ മാറ്റാൻ പോകുക, നിന്നെ ഞാൻ കേഫായാക്കാൻ പോകുക. അത് പത്രോസ് എന്നാകുന്നു. നിന്നെ പാറ പോലെ അനുഭവത്തിലേക്ക് മാറ്റുവാനാണ് ഞാൻ നിന്നെ വിളിച്ചു വേർതിരിച്ചു. 3.5 വർഷക്കാലം യേശുവിന്റെ കൂടെ നടന്നിട്ടും അത്ഭുതങ്ങളുടെ അടയാളങ്ങളും വലിയ പ്രവർത്തനം കണ്ടിട്ടും അതിൽ സഹകരിച്ചിട്ടും ദൈവീയ വാഗ്ദത്തം അവന് പ്രാപിക്കാൻ കഴിയില്ല. എന്താ കാരണം? സ്തോത്രം. പലപ്പോഴും ദൈവം നൽകിത്തന്ന, ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു മേഖലയിലേക്ക് നമുക്ക് കടക്കുവാൻ കഴിയാഞ്ഞതിന്റെ കാരണം എന്താ? സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, മാളിക മുറിയിൽ അവൻ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ വാലെ അവസ്ഥ മാറുവാനിടയായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അവനെ കുറിച്ച് ഹല്ലേലൂയ സ്തോത്രം പ്രവചിച്ച, ദൈവം അവന് കൊടുത്ത വാഗ്ദത്തം അവന്റെ ജീവിതത്തിൽ മാളിക മുറിയിലെ അനുഭവത്തിൽ അവന് വ്യക്തമായി വെളിപ്പെടുവാനിടയായി. യെസ്, അവന്റെ ഭയം മാറി, അവൻ ധൈര്യം പ്രാപിച്ചു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അവനെ വന്നപ്പോൾ അവൻ ശക്തി പ്രാപിച്ചു. ഭയന്ന് മാളിക മുറിയിൽ കയറിയതാ, ഇപ്പോൾ ധൈര്യത്തോട് പുറത്തു വന്നു. വൻപന്മാരുടെ മുമ്പിൽ, ശ്രേഷ്ഠന്മാരുടെ മുമ്പിൽ ധൈര്യത്തോട് പ്രസംഗിക്കത്തക്കവണ്ണം അവരുടെ ഹൃദയത്തിനകത്ത് മുത്തുകൊണ്ട് അവരുടെ രൂപാന്തരം ഉളവാക്കത്തക്കണം. അവന്റെ ആദരത്തെ ദൈവം ഉപയോഗിച്ചു. ഇന്ന് പകൽക്കാലം പഠിപ്പില്ല, അറിവില്ല, സ്തോത്രം, സ്തോത്രം, മറ്റ് സാഹചര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടങ്ങിയിരിക്കുവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ വിളിച്ചത് ഇന്ന് രാത്രിയുള്ള പകൽക്കാലം വ്യക്തമായി മനസ്സിലാക്കി പകരത്തിന്മേൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവമാണ് നമ്മെ വിളിച്ചത്. സ്വർഗം തന്നെ സിംഹാസനം, ഭൂമി തന്നെ ഭീമാപതിടമായി സകലത്തെ ഭരിക്കുന്ന ദൈവം മാത്രമല്ല സകലത്തെയും സൃഷ്ടിച്ച ദൈവമാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം എത്ര പേര് മനസ്സിലാക്കാൻ എന്റെ വചനം കേട്ട് സ്തോത്രം അത് ചെയ്യുന്നവരൊക്കെയും അവരുടെ ജീവിതത്തെ ആ പുറത്ത് കൊടുത്തിരിക്കുന്നു. സ്തോത്രം. വീടെന്ന് കൊടുത്തിരിക്കുന്നത് ഈ ലോകത്തിലെ അവന്റെ ഭൗതികമായ അല്ലെങ്കിൽ ശാരീരികമായ വീടിനെയാണ് കൊടുത്തിരിക്കുന്നത്. അവന്റെ ജീവിതത്തെ എങ്ങനെ പണിതെടുത്തത്? ക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിൽ അവൻ പണിയുവാനിടയായി. അവന്റെ ബുദ്ധിയിൽ ഉദിച്ചതായി അവന്റെ ആഗ്രഹം പോലല്ല അവന്റെ ജീവിതത്തെ അവൻ പണിതത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. വചനം കേട്ട് ആഴത്തിൽ കുഴിച്ച് ആഴങ്ങളിലേക്ക് ഇറങ്ങി ആലിയ പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുവാനിടയായി. ഇന്ന് പകൽക്കാലം ദിവസീകരിക്കുന്ന ദൈവമേ, പാറമേൽ അടിസ്ഥാനമിട്ട് നിന്റെ ജീവിതത്തെ നീ പണിതാൽ ലോകത്തിൽ ഏത് പ്രതികൂലം വന്നാലും, പ്രതിസന്ധി വന്നാലും, നിന്ദകൾ വന്നാലും, വെല്ലുവിളികൾ വന്നാലും നീ തളർന്നു പോകത്തില്ല. അവിടെ ജീവിതത്തെ പണിയുന്ന അനുഭവം. എന്റെ വചനം കേട്ടു, അത് അതുപോലെ ചെയ്യാത്തവൻ മണലിന്മേൽ വീട് പണിത സ്തോത്രമല്ല മനുഷ്യനോട് തുല്യനാ. ബുദ്ധിയില്ലാത്ത മനുഷ്യനോട് തുല്യൻ. പ്രതികൂലം എല്ലാവർക്കും വരും, പ്രതിസന്ധി എല്ലാവർക്കും വരും, മഹാമാരി എല്ലാവരെയും പിടിക്കപ്പെടും. സ്തോത്രം. എല്ലാവരുടെ മേൽ ആക്രമിക്കാൻ വരും. എന്നാൽ ഇന്ന് പകൽക്കാലം വ്യക്തമായി മനസ്സിലാക്കുക, സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ അടിസ്ഥാനം പാറമേലെങ്കിൽ ക്രിസ്തുവിൽ നീ അടിസ്ഥാനമിട്ടാൽ തളർന്നു പോവാൻ ഇടവരത്തില്ല. ആ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. അബ്രഹാം യഹോവയായ ദൈവം അവന് ഹല്ലേലൂയ സ്തോത്രം നൽകാമെന്ന് പറഞ്ഞതായ
ലോകത്തിലെ നന്മയിലേക്ക് അവൻ കടന്നിരുന്നു. കനാൻ ദേശത്ത് പാർത്തത് അന്യനും പരദേശിയുമായി ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായി അവൻ കാത്തിരുന്നു. അവനറിയാം, ഇവിടുത്തെ ഒന്നും അടിസ്ഥാനമുള്ളതല്ല, ഇവിടുത്തെ ഒന്നും സ്ഥിരമല്ല. അടിസ്ഥാനമുള്ളതായ സ്ഥിരമായ നഗരത്തിനായി അവൻ കാത്തു. അവനത് പ്രാപിക്കുവാനിട. സ്തോത്രം. ഇന്ന് പകലക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമാണ് എന്റെ ജീവിതത്തിൽ സകല നന്മയ്ക്കും സകല ദാനങ്ങൾക്കും കാരണഭൂതൻ അല്ലെങ്കിൽ ഉറവിടമെന്ന് മനസ്സിലാക്കുന്നവർ തങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച് ദൈവഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുക്കും. ദൈവം ദോഷമായിട്ടൊന്നും ചെയ്യുന്ന ദൈവമാണ്. ഒരു വ്യക്തിക്കും ദോഷമായിട്ടൊന്നും ചെയ്യുന്ന ദൈവമല്ല. സ്തോത്രം. അവൻ സകലർക്കും നല്ലത് മാത്രം ചെയ്യും. പലപ്പോഴും നമുക്ക് തോന്നിയേക്കാം ഇത് ഇടുക്കമുള്ള മാർഗമാണ്, ഞെരുക്കമുള്ള മാർഗമാണ്. എന്നാൽ അവന്റെ അവസാനമോ സ്തോത്രം ഹല്ലേലൂയ ഏറ്റവും ശ്രേഷ്ഠമായ നിത്യതയിലേക്ക് പ്രവേശിക്കും. ഹല്ലേലൂയ. എന്നാൽ വിശാലമുള്ള വഴിയുണ്ട്, എങ്ങനെ വേണേലും പോകാം, ഒരു പ്രശ്നവുമില്ല. അത് നമ്മെ നാശത്തിലേക്ക് നയിക്കുവാനില്ല. ഹല്ലേലൂയ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ കർത്താവേ എന്ന് വിളിക്കണമെങ്കിൽ സ്തോത്രം കർത്താവിനെ ജീവിതത്തിൽ കർത്താവെന്ന് സ്വീകരിച്ചതിന് ശേഷം വേണം വിളിക്കുക. അല്ലാത്തതെല്ലാം ദൈവസന്നിധിയിൽ ജൽപരമായി തീരുവാനില്ല. ഞാനിവിടെ നിർത്തുക. ഈ വചനങ്ങളാണ് ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.